അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഡ്രോയിങ് ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവർ 4 ആളിങ്ങനെ നിരക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു ടൈം കൊടുക്കും. അതിനുള്ളിൽ ആരാണ് ഏറ്റവും നല്ല വൃത്തിക്ക് വരച്ചു തരുന്നത് അവർക്ക് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ടൈം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ കൊടുക്കാൻ പോകുന്ന ചിത്രം ഇതാണ്. അപ്പൊ ഇത് നമ്മൾ ഇവിടെ വെക്കും. അതവര് നോക്കി വരക്കണം. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മളിതാ ഫോണിൽ എല്ലാവർക്കും വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടു. ഓക്കെ, അപ്പോ നമ്മൾ മൈക്ക് ഇവിടെ വെക്കാം. പിന്നെ ഒരു സൗണ്ട് കിട്ടില്ല. അപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണം. 3, 2, 1. അപ്പൊ ഇവിടെ ഒരാൾ വരച്ചിട്ടുണ്ട്. ടൈം ചെയ്യാനായി. ഇനി കുറച്ച് സമയം കൂടെ ഇല്ലു. only 1 minute. ഞാനും വരച്ചു. അല്ല നിനക്ക് ഞാൻ വരച്ച. അപ്പൊ നമ്മളെ ടൈം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഓ എല്ലാരും സമയത്തിന് കുറച്ച് മുന്നേ എല്ലാരും തീർത്തിട്ടുണ്ട്. അപ്പോ ഇതിൽ ആരാണ് നല്ല വൃത്തി വരച്ചത്? മിനിയേച്ചറില് പിന്നെയും ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഷാനിയാണ്. ഇനി അടുത്തത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇപ്പുറത്തെ പേജില് വരക്കണം. അപ്പൊ അടുത്തത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഈ ഒരു പിക്ചറ. 3, 2, 1. ഓ 100 IQ. ഇട്ടുപ്പൻ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2 മിനിറ്റ് ആയിട്ടുണ്ട്. സമയം കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് കൂടിയിട്ടുണ്ട്. അല്ലാത്തപ്പോ ഇതിന് നമ്മൾ ആരെ പറയും? പറയൂ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഭൂരിഭാഗം തീരുമാനിക്കാം അല്ലേ? ഷാനി പ്രോ പ്ലെയർ. അപ്പോ ഇതിൽ ജയിച്ചവര് നമ്മള് തീരുമാനിക്കാൻ പോകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ കളിച്ചവരോട് തന്നെ നമ്മൾ ചോദിക്കും. എനിക്ക് ആരെയാണ് നന്നായിട്ട് വരച്ചത്? എനിക്കോ എനിക്ക് കബീലയും എനിക്ക് ഇഷ്ടപ്പെട്ടിനി. ഓക്കെ, ഇവക്കെല്ലാരും ഇഷ്ടപ്പെടുന്നു. ഇവര് 3 ഇവളെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയല്ല, ഇവൾക്ക് എത്ര അപ്പൊ ഇതില് ജയിച്ചിരിക്കുന്നത് ഈശാനാണ്. 20 പോയിന്റോടെ ഈശാനി മുന്നേറുന്നു. ഗിഫ്റ്റ് ഒന്നുമില്ല. അപ്പോ അടുത്ത പിക്ചർ നമ്മൾ കൊടുക്കുന്നു. അപ്പോ നമ്മൾ അടുത്തതായി കൊടുക്കാൻ പോകുന്ന പിക്ചർ ഇതാണ് ഗൈസ്. അപ്പൊ നമ്മളിവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ആ പോളാ. അപ്പൊ 3, 2 സ്റ്റാർട്ട് ചെയ്യാൻ 3,
2 1 Go. പശു ഇങ്ങനെ ആക്കിയെടുത്താലേ ഇങ്ങനെ ഉണ്ടാവില്ലേ അതേപോലെ ഐസ്ക്രീം പശു നോക്കി അപ്പൊ നമ്മള് എടിക്കണു കുറച്ച് ചെയ്യണു ദൂരണു ഐസ്ക്രീമിന്റെ പോലെ നോക്കാം അപ്പൊ ഇത് വെച്ചാൽ കൂടും. അപ്പൊ ഇതിൽ ആരാ ഏറ്റവും കൂടുതൽ നന്നായിട്ട് തോന്നുന്നു? എനിക്ക് പറയാൻ മതി. ഒരാളെ പറയും. ഇത്രയും നല്ല ചിത്രം കണ്ടിട്ട് എനിക്ക് ഏച്ചിനെ ചേച്ചി ഇതിന്റെ ബാക്കി വരച്ചിട്ടതാ കൊത്തുന്നില്ല. ഏട്ടൻ നന്നായിരുന്നു. ഋതുലാട്ടൻ തന്നെ. അപ്പൊ ഇതില് ചേച്ചി ഋതു. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ നാളെ വരും. നാളെ വന്നിട്ടില്ലെങ്കിൽ മറ്റന്നാളെങ്കിലും വരും. ഓക്കെ സെറ്റ്. ഓക്കെ ബൈ.